പുത്തൻ പീടിക. ഇത് ഒരപൂർവ മണ്ണാണ്. വിശുദ്ധിയുടെ പരിമളം പേറുന്ന ഭൂമിക. കാലചക്രത്തിന്റെ സമയസൂചികയിൽ മാഞ്ഞുപോകാത്ത ഏടുകൾ പൂത്ത മരീചിക. പുത്തൻ പീടിക ആ പേര് തന്നെ ഊർജം പകരുന്നതാണ്. പുതിയത് എന്നും സമ്മാനിക്കുന്ന പൂർവികരുടെ ഊർജം പേറുന്ന മണ്ണ്. ഇവിടെ സംഭവിച്ചതൊന്നും യാദർച്ഛികമല്ല. കാലം ഈ മണ്ണിന് മാത്രം പതിച്ചു നൽകിയ പുണ്യമാണത്. യാക്കോബായ സഭയിൽ ജനിച്ച് അവിടെ വളർന്ന് തിരിച്ചറിവിന്റെ കാലത്ത് പരിശുദ്ധ കത്തോലിക്ക സഭ എന്ന മലർവാടിയെ പുൽകാൻ നേടിയെടുത്തതെല്ലാം ഉപേക്ഷിച്ച് ലത്തീൻ സഭയിൽ ചേർന്ന് പരിശുദ്ധ സിംഹാസനം അനുവദിച്ചു നൽകിയ കൽദായ പാരമ്പര്യത്തിൽ മുന്നോട്ട് ഗമിച്ച് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഭാഗമായ ഈ ഇടവക സമൂഹം പുനരൈക്യമെന്നത് കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന 1900-കളിൽ കക്ഷി വഴക്കുകൾ പാരത്രികാനന്ദം നൽകില്ല എന്ന ബോധ്യമായ ഒരു സമൂഹം. സഭയിൽ ഏറെ പ്രശസ്തരായ പീടികയിൽ അച്ഛന്മാരുടെ നേതൃത്വത്തിൽ അവർക്ക് മാത്രം അവകാശമായ ഒരു ദേവാലയം സ്ഥാപിച്ച് ആദ്യം സമാധാനത്തിന് ശ്രമിച്ചു. അവിടെയും അശാന്തിയുടെ വാൾ തങ്ങൾക്ക് നേരെ ഉയർത്തിയപ്പോൾ അതും ഉപേക്ഷിക്കാൻ അവർ തയ്യാറായി. ഒന്നുമില്ലാത്തവരായി വിശ്വാസം മാത്രം കൈമുതലായ ആ സമൂഹം എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന തോമസ് അപ്പോസ്തോലിൻ്റെ വാക്കുകളുടെ പിൻഗാമികളായി. അവർ സഞ്ചരിച്ച വഴികൾ ഏറെ മുള്ളുകൾ നിറഞ്ഞതായിരുന്നു. ചുറ്റും മുറുമുറുപ്പിൻ്റെയും പരിഹാസത്തിൻ്റെതുമായിരുന്നു. അതൊരു കാൽവരി യാത്ര തന്നെയായിരുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ പ്രമുഖമായ ദേവാലയങ്ങളിലൊന്നാണ് പുത്തൻ പീടിക സെന്റ് തോമസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയം. ഇവിടെ 1926 കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച കുടുംബങ്ങളിലെ പിൻതലമുറ ആരാധന നടത്തുന്നു. ഇത് വിശ്വാസ സത്യങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ്. യാക്കോബായ സഭയിൽ ജീവിച്ച് ധന്യൻ മാറിവാനിയോസ് തിരുമേനിയുടെ നിർദ്ദേശാനുസരണം കത്തോലിക്ക വിശ്വാസം 1926 ജൂൺ 26 കൊല്ലത്ത് ബെൻസിഗർ തിരുമേനി മുൻപാകെ ഏറ്റുപറഞ്ഞ് സഭയെ പുൽകി. പത്തനംതിട്ടയിൽ ആദ്യമായി കത്തോലിക്ക വിശ്വാസം എത്തിച്ച പൂർവികർ നിദ്രകൊള്ളുന്ന മണ്ണ്. ആവേശമാണ്, അഭിമാനമാണ്, ഞങ്ങളുടെ ഹൃദയ താളമാണ്. 99 വർഷം പൂർത്തിയാക്കി ജൂൺ 26 100-ാം വർഷത്തിലേക്ക് പുത്തൻ പീടികയിലെ സുറിയാനിക്കാർ നടന്നെടുക്കുന്നു. ഈ മഹത്വത്തിലേക്ക് ഈ നാടിനെ നയിച്ച ഞങ്ങളുടെ പൂർവികരുടെ നല്ല ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം.